പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ഒരുമിച്ച് 2025 ജൂലൈ മാസം 30 ആമേൻ, നമ്മുടെ പ്രാർത്ഥനയുടെ ഉപവാസത്തിൻ്റെ 3-ാം ദിവസം ബുധനാഴ്ച പ്രഭാതത്തിൽ കർത്താവിനെ ആരാധിക്കുവാൻ, കർത്താവിനെ സ്തുതിക്കുവാൻ നമ്മുടെ സ്വർഗീയ പിതാവ് നമുക്ക് ഒരുക്കി തന്നിരിക്കുന്ന നല്ല സമയത്തിനായിട്ട് നമുക്ക് കർത്താവിന് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. സ്തോത്രം 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 സ്തോത്രം. കഴിഞ്ഞ പകൽക്കാലം മുഴുവൻ കർത്താവ് നമ്മളെ കാത്തു പരിപാലിച്ചല്ലോ. കരങ്ങളെ ഒന്ന് ഉയർത്തിപ്പിടിച്ചിട്ട് കർത്താവിനൊന്ന് സ്തോത്രം പറഞ്ഞ്, കർത്താവെ, കഴിഞ്ഞ പകൽക്കാലം കൺമണി പോലെ ഞങ്ങളെ സൂക്ഷിച്ച് അങ്ങയുടെ വിശ്വസ്തതയ്ക്കായിട്ട് സ്തോത്രം 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 സ്തോത്രം. രാത്രികാലം നല്ല ഉറക്കം തന്ന് ഞങ്ങളെ അനുഗ്രഹിച്ചല്ലോ. ഞങ്ങൾ അതിനായിട്ട് ഈ പ്രഭാതത്തിൽ സ്തോത്രം പറയുന്നു. കർത്താവെ, രാത്രി നല്ല ഉറക്കം തന്നതിന് കർത്താവിന് സ്തോത്രം 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 സ്തോത്രം. ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ രാവിലെ എഴുന്നേൽപ്പിച്ചതിന് കരമുയർത്തി പിടിച്ചുകൊണ്ട് പറ, കർത്താവെ, സ്തോത്രം 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 സ്തോത്രം. ഈ പകൽക്കാലം ക്രിസ്തയേശുവിൽ ഞങ്ങളെ ജയോത്സവമായി നടത്തുന്ന ദൈവത്തിന് ആമേൻ. താങ്ക് യു ജീസസ്. ഈ പകൽക്കാലം ക്രിസ്തയേശുവിൽ ഞങ്ങളെ അത്ഭുതമായി നടത്തുന്ന കർത്താവിന് സന്തോഷത്തോടെ ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. താങ്ക് യു ലോർഡ്. നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം. കർത്താവിൻ്റെ വൻ കൃപയ്ക്കായിട്ട് സ്തോത്രം, കർത്താവിൻ്റെ വലിയ സ്നേഹത്തിനായിട്ട് സ്തോത്രം, കർത്താവിൻ്റെ കരുതലിനായിട്ട് സ്തോത്രം. നമുക്കൊരുമിച്ച് ആമേൻ കർത്താവിന് നന്ദി പറയാം. സങ്കീർത്തനക്കാരൻ ഇങ്ങനെയാണ് പറയുന്നത്, സകല ഭൂവാസികൾ സങ്കീർത്തനം 50 സങ്കീർത്തനം അതിൻ്റെ 117 സങ്കീർത്തനം അതിൻ്റെ 1-2. സകല ജാതികളുമായുള്ളവരെ യഹോവയെ സ്തുതിപ്പീൻ, സകല വംശങ്ങളുമായുള്ളവരെ കർത്താവിനെ പുകഴ്ത്തുവീൻ. നമ്മോടുള്ള കർത്താവിൻ്റെ ദയ വലുതായിരിക്കുന്നു, യഹോവയുടെ വിശ്വസ്തത എന്നേക്കുമുള്ളത്, യഹോവയെ സ്തുതിപ്പീൻ. നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവരും ചേർന്ന് പ്രാർത്ഥിച്ചാട്ടെ. സ്വർഗീയ പിതാവേ, ഈ പ്രാർത്ഥനയുടെ ഉപവാസത്തിൻ്റെ 3-ാമത്തെ ദിവസം ഞങ്ങൾക്ക് അങ്ങയുടെ സന്നിധിയിൽ അടുത്ത് വരുവാൻ അങ്ങ് തന്ന അവസരത്തിനായിട്ട് സ്തോത്രം. എന്നെ വിളിച്ചപേക്ഷിക്ക്, ഞാൻ നിങ്ങൾക്ക് ഉത്തരമരളാം. ചോദിപ്പീൻ, എന്നാൽ നിങ്ങൾക്ക് ലഭിക്കും എന്നുള്ള തിരുവെഴുത്തുകൾക്കായിട്ട് സ്തോത്രം. കർത്താവേ, അങ്ങയുടെ സന്നിധിയിൽ അടുത്തു വന്നുകൊണ്ട് കർത്താവേ, ഈ പ്രഭാതത്തിൽ അങ്ങയുടെ പൊന്മുഖത്തേക്ക് നോക്കിക്കൊണ്ട് അപ്പാ ഈ ജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അങ്ങയുടെ നാമത്തിൽ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. ഈ 3-ാം ദിവസം തന്നെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ ഒരു ദൈവപ്രവൃത്തിയുടെ ദിവസമായി തീരട്ടെ, ഒരു മഹത്വത്തിൻ്റെ ദിവസമായി മാറട്ടെ, ഒരു ഉയർപ്പിൻ്റെ ദിവസമായി മാറട്ടെ. പരിശുദ്ധാത്മാവിൻ്റെ വലിയ ഇടപെടൽ തൻ്റെ മക്കളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു ദിവസമായി തീരട്ടെ. യേശുവിൻ്റെ രക്തത്താൽ ഞങ്ങൾ ഇവരെ മുദ്ര വെച്ച് പ്രാർത്ഥിക്കുന്നു. സകല ആവശ്യങ്ങളിലും കർത്താവിൻ്റെ കൃപ കൂടെ ഇരിക്കട്ടെ. കർത്താവെ, ഈ 3-ാം ദിവസം ഒരു മിറക്കിൾ ഡേ ആയി മാറണം. 3-ാം നാൾ ഞങ്ങളുടെ കർത്താവ് കല്ലറയ്ക്കകത്തുനിന്ന് ഉയർത്തെഴുന്നേറ്റു. ആമേൻ. മരണത്തെ ജയിച്ചെഴുന്നേറ്റതുപോലെ ഇന്ന് ജയിച്ചെഴുന്നേൽക്കുന്ന ഒരു പകലായി മാറട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അവൻ പിടിച്ചു വെക്കും, അവൻ നശിപ്പിച്ച് കളയും, അവൻ ഉയർത്തത്തില്ല എന്നൊക്കെ പറയുന്ന സാഹചര്യത്തിൽ നിന്നും ഈ 3-ാമത്തെ ദിവസം യേശുവിൻ്റെ നാമത്തിൽ ദൈവത്തിൻ്റെ സഭ, ദൈവത്തിൻ്റെ മക്കൾ ഉയർത്തെഴുന്നേൽക്കുന്ന ദിവസമായി മാറട്ടെ. രോഗികൾ ഇപ്പോൾ സൗഖ്യമാകട്ടെ. എല്ലാ രോഗശക്തികളും യേശുവിൻ്റെ നാമത്തിൽ വിട്ടുമാറട്ടെ. തൻ്റെ കുഞ്ഞുങ്ങളെ അലട്ടുന്ന, അവൻ ബുദ്ധിമുട്ടിപ്പിക്കുന്ന സകല രോഗത്തിൻ്റെ അനുഭവങ്ങളും നസ്രയനായ യേശുവിൻ്റെ നാമത്തിൽ ഈ പ്രഭാതത്തിൽ വിട്ടുമാറട്ടെ. പൂർണ്ണ ആരോഗ്യമുണ്ടാകട്ടെ. സാമ്പത്തികമായ ആവശ്യങ്ങളിലൊക്കെയും കർത്താവിൻ്റെ ഇടപെടൽ ഉണ്ടാകുന്നതിനായിട്ട് സ്തോത്രം. ജോലിയുടെ ആവശ്യത്തിൽ കർത്താവ് പ്രവർത്തിച്ചിരിക്കുന്നതിനായിട്ട് സ്തോത്രം. കർത്താവെ, ഇന്ന് പകൽക്കാലം എല്ലാ ഫൈനാൻഷ്യൽ സ്ട്രഗിൾസിൽ നിന്ന് തൻ്റെ കുഞ്ഞുങ്ങളെ പുറത്തു കൊണ്ടുവരണം. അത്ഭുതങ്ങളുടെ ദൈവം കർത്താവെ, കഴിഞ്ഞ കാലങ്ങളിൽ ഞങ്ങൾ വേദപുസ്തകം വായിക്കുമ്പോൾ ഞങ്ങളുടെയൊക്കെ ജീവിതത്തിൽ കർത്താവ് ഞങ്ങളെ പുറത്തു കൊണ്ടുവന്നതാണ്. അങ്ങനെയെങ്കിൽ ഇന്ന് കർത്താവെ, ഫൈനാൻഷ്യൽ സ്ട്രഗിൾസിനകത്തിരിക്കുന്നവർ യേശുവിൻ്റെ നാമത്തിൽ പുറത്തു വരട്ടെ. അതുപോലെ കർത്താവെ, ചതിക്കപ്പെട്ടു പോയി, സമ്പത്ത് പലരുടെ കയ്യിലായിപ്പോയി, അവൻ തിരിച്ചു ലഭിക്കാതെ ഭാരപ്പെട്ടിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ അതിന്മേലും ദൈവിക അത്ഭുതം സംഭവിക്കട്ടെ. കർത്താവിൻ്റെ പ്രവൃത്തി നടക്കണം. ആ ഫൈനാൻസ് മടക്കി ലഭിക്കട്ടെ. നാളുകളായി അവൻ സമ്പത്ത് ചിലരെ ഏൽപ്പിച്ചു, ചില ആവശ്യങ്ങൾക്ക് അത് മടക്കി ലഭിക്കാതിരിക്കുന്നു. എന്നാൽ ഞങ്ങൾ ഇന്ന് പകൽക്കാലം പ്രാർത്ഥിക്കുന്നു, യേശുവിൻ്റെ നാമത്തിൽ അത് മടക്കി ലഭിക്കുന്ന പകലായി മാറട്ടെ. കർത്താവ് അത്ഭുതം ചെയ്തതിന് സ്തോത്രം. ഇന്നത്തെ പ്രാർത്ഥനയുടെ ഉപവാസത്തിൻ്റെ 3-ാം ദിവസത്തെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. പ്രാർത്ഥനയോട് ഉപവാസത്തോടും ആയിരിക്കുന്ന തൻ്റെ ജനത്തെ അനുഗ്രഹിക്കുകയും അവരുടെ ആവശ്യങ്ങളിൽ കൂട്ടായിട്ടിരിക്കുകയും ചെയ്യുന്നു. ഒരു ഉണർവിൻ്റെ ശബ്ദം കേൾക്കുവാൻ കർത്താവ് സഹായിക്കുന്നു. പ്രത്യേകിച്ച് കർത്താവെ, ലോകത്തെമ്പാടും കർത്താവിൻ്റെ വേലയിലായിരിക്കുന്നവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു.
കർത്താവ് അവരെ ഉപയോഗിക്കുകയും ലോകവ്യാപകമായ ഒരു ഉണർവിന് വേണ്ടി അവരെ ഒരുക്കുകയും ചെയ്യുന്നതിനായി സ്തോത്രം. പ്രാർത്ഥന കേട്ട കർത്താവിന് നന്ദി. സകല മഹത്വവും പുകഴ്ചയപ്പയ്ക്ക് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ദൈവിക കൃപയിൽ കർത്താവ് നിങ്ങളെ സൂക്ഷിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ഈ പ്രഭാതത്തിൽ ഓർപ്പിക്കാനുള്ളത് നമ്മുടെ പ്രാർത്ഥനയുടെ ഉപവാസത്തിൻ്റെ 3-ാമത്തെ ദിവസമാണെന്ന്. ഇന്ന് കർത്താവ് അനുവദിച്ചാൽ വൈകിട്ട് ഇന്ത്യൻ സമയം 9:30 നമ്മുടെ മീറ്റിംഗ് ആരംഭിക്കും. പകൽക്കാലം പ്രാർത്ഥനയോടും ഉപവാസത്തോടും കൂടെ നിങ്ങൾ കർത്താവിൻ്റെ സന്നിധിയിൽ ഇരുന്നാൽ അത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹത്തിന് കാരണമാകും. കൊലോസ്യ ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 2-ാമത്തെ വാക്യമാണ് ഈ പ്രഭാതത്തിൽ നമ്മൾ പരിശുദ്ധാത്മാവ് നമുക്ക് ചിന്തിക്കുവാനായി തന്നിരിക്കുന്നത്. അവിടെ ഇങ്ങനെ പറയുന്നത്, പ്രാർത്ഥനയിൽ ഉറ്റിരിപ്പീൻ, സ്തോത്രത്തോടെ അതിൽ ജാഗരിപ്പീൻ. എന്താ പറയുന്നത്? പ്രാർത്ഥനയിൽ എന്ത് ചെയ്യണം? ഉറ്റിരിക്കണം. സ്തോത്രത്തോടെ അതിനായി ജാഗരിക്കണം. അപ്പം പ്രാർത്ഥനയിൽ ഉറ്റിരിക്കുക എന്ന് പറഞ്ഞാൽ പ്രസിസ്റ്റ് ചെയ്യണം, പ്രാർത്ഥനയിൽ തുടരണം. അത് നമ്മൾ വളരെ ശ്രദ്ധയോടുകൂടെ പ്രാർത്ഥിക്കുന്നവരായിരിക്കണം. ഈ ഉപവാസത്തിൻ്റെ 3-ാം ദിവസം നമ്മൾ ഇന്നുകൊണ്ട് നമ്മുടെ പ്രാർത്ഥന തീരുകയല്ല. ഇന്നുകൊണ്ട് നമ്മൾ ഉപവാസം തീർന്നു, അല്ലെങ്കിൽ ഒഫീഷ്യലി നമ്മൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന, അല്ലെങ്കിൽ നമ്മൾ പറയും ഓക്കെ ഇന്ന് ഉപവാസം തീർന്നു എന്ന് പറയും. പക്ഷേ വേദപുസ്തകം പറയുന്നു നിങ്ങൾ പ്രാർത്ഥനയിൽ എന്തിരിക്കണം? ഉറ്റിരിക്കണം. ആമേൻ. ഇന്ന് പ്രഭാതത്തിൽ കർത്താവ് നമ്മളെ അത് ഓർപ്പിക്കുകയാണ്. നമ്മൾ എന്ത് ചെയ്യണം? പ്രാർത്ഥനയിൽ ഉറ്റിരിക്കുന്നവരായിരിക്കണം. അങ്ങനെ വരുമ്പോൾ ദൈവിക അത്ഭുതങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സ്ഥിരോത്സാഹം കാണിക്കണം. പ്രാർത്ഥനയിൽ സമർപ്പിതരായിരിക്കണം. നിരന്തരം ഉത്സാഹത്തോടെ പ്രാർത്ഥന തുടരണം. അപ്പം ഉപവാസം തീർന്നാലും പ്രാർത്ഥന തുടരണം. പ്രാർത്ഥനയിലെ പ്രാർത്ഥന ഒരു കാരണവശാലും നിർത്തരുത്. പ്രാർത്ഥനയാണ് നമ്മുടെ ജീവിതത്തിൽ വഴിത്തിരിവ് കൊണ്ടുവരുന്നത്. ആമേൻ. പ്രാർത്ഥനയാണ് വലിയ അത്ഭുതങ്ങളെ കൊണ്ടുവരുന്നത്. നമ്മൾ ഈ ഏലിയാവിൻ്റെ കാര്യങ്ങൾ ഈ ദിവസങ്ങളിൽ ധ്യാനിക്കുന്നുണ്ടല്ലോ. ഏലിയാവ് 7 തവണ പ്രാർത്ഥിച്ചു. 1 രാജാക്കന്മാരുടെ പുസ്തകം 18:43 നമുക്ക് കാണാൻ കഴിയും. ആമേൻ. യേശു ഗത്സമനയിൽ എന്ത് ചെയ്തു? വീണ്ടും പ്രാർത്ഥിച്ചു. അപ്പം നിരന്തരമായ പ്രാർത്ഥന കൂടാതെ ഉപവാസം ശക്തമാകത്തില്ല. അതുകൊണ്ട് ഇന്നുകൊണ്ട് നിങ്ങളുടെ പ്രാർത്ഥന നിർത്തരുത്. ഇന്നുകൊണ്ട് തുടർന്നും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. എന്നിട്ട് അതിനായി നിങ്ങൾ എന്ത് ചെയ്യണം? ജാഗരിക്കണം. സ്തോത്രത്തോടെ അതിൽ ജാഗരിക്കണം, അല്ലെങ്കിൽ അതിനുവേണ്ടി കാത്തിരിക്കണം. നമ്മൾ കർത്താവിൻ്റെ ആത്മാവ് പറയുന്നു നമ്മൾ അവയ്ക്കായിരിക്കണം. എന്താണ് സംഭവിക്കുന്നത്? അതിനെ ഏലിയാവ് ഇടയ്ക്കിടയ്ക്ക് നോക്കാൻ പറഞ്ഞു. ഏലിയാവ് പറഞ്ഞു പോയി നോക്ക്, ബാല്യക്കാരനോട് പറഞ്ഞു നോക്ക്. സെൻസിറ്റീവായിരുന്നു. എന്താണ് കാണുന്നത്? എന്താണ് ആത്മമണ്ഡലത്തിൽ സംഭവിക്കുന്ന മാറ്റങ്ങൾ? അപ്പോൾ ഇത് നമ്മളും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഈ പ്രാർത്ഥിക്കുക മാത്രമല്ല, ചുമ്മാതിരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയല്ല, നമ്മൾ അതിനകത്തൊരു മാറ്റം കാണാൻ വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത്. അപ്പം അവിടെ പറയുന്നു നമ്മൾ വെറുതെ അന്ധമായി അങ്ങ് പ്രാർത്ഥിക്കുകയല്ല. ദൈവം എന്താണ് പറയുന്നതെന്നും എന്താണ് ദൈവം ചെയ്യുന്നതെന്നും നമ്മൾ നിരീക്ഷിക്കണം. ആമേൻ. അതുകൊണ്ട് ഇത് നമ്മുടെ ജോലിയുടെ ഭാഗമാണ്. ആമേൻ. അതുകൊണ്ട് ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കണം. അതായത് ശ്രദ്ധയോടുകൂടെ ആത്മാമണ്ഡലത്തിൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് മനസ്സിലാക്കി വേണം നമ്മൾ പ്രാർത്ഥിക്കാൻ. അപ്പോൾ ഉപവാസവും പ്രാർത്ഥനയും വരുമ്പോഴത്തേക്കിന് നമ്മുടെ പ്രാർത്ഥനയുടെ മൂർച്ച ഒന്ന് കൂടും. അപ്പം ഈ ഉപവാസത്തിൽ നിങ്ങളുടെ പ്രാർത്ഥനയുടെ മൂർച്ച കൂടിയിട്ടുണ്ട്. നിങ്ങളുടെ മറുപടികൾ വേഗത്തിൽ വരാൻ തുടങ്ങും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ അവൈക്യനായിരിക്കണം. നമ്മൾ ശ്രദ്ധയോടുകൂടെ വേണം പ്രാർത്ഥിക്കാൻ. മൂന്നാമത് പറയുന്നത് എന്ത് ചെയ്യണം? മൂന്നാമത് പറയുന്നത് സ്തോത്രം ചെയ്യണം. സ്തോത്രം. അപ്പം നമ്മൾ താങ്ക്സ് ഗിവിങ് അതിൻ്റെ ഭാഗമായിരിക്കണം. കർത്താവിനെ നമ്മൾ എന്ത് ചെയ്യണം? നന്ദി പറഞ്ഞുകൊണ്ടിരിക്കണം. ഈ പ്രാർത്ഥനയും ഒരു പ്രധാന ഇൻഗ്രീഡിയൻ്റാണ് നന്ദി പറയുക എന്ന് പറയുന്നത്. അതായത് നമ്മൾ കർത്താവിനോട് പറയുക, കർത്താവെ ഞാൻ അങ്ങ് ഈ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം എന്ന് പറയുമ്പോൾ നമ്മുടെ ഫെയ്ത്താണ് അവിടെ കാണിക്കുന്നത്. കർത്താവെ ഈ വിഷയത്തിൽ കർത്താവ് അത്ഭുതം ചെയ്തിരിക്കുന്നതിനായിട്ട് സ്തോത്രം. കാരണം അവിടെ നമ്മൾ ഓപ്പറേറ്റ് ചെയ്യുന്നത് എന്തുവാ? കർത്താവിൻ്റെ നമ്മൾ വിശ്വാസത്തെയാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. നമുക്കറിയാം യേശു അപ്പം വർദ്ധിപ്പിക്കുന്നതിന് മുമ്പ് എന്ത് ചെയ്തു? പിതാവിന് സ്തോത്രം ചെയ്തു. പൗലോസും ശിലാസും കാരാഗ്രഹത്തിൽ കിടക്കുമ്പോൾ എന്ത് ചെയ്തു? കാരാഗ്രഹം തുറക്കപ്പെടുന്നതിന് മുമ്പ്, ജയിലിൻ്റെ വാതിലുകൾ തുറക്കപ്പെടുന്നതിന് മുമ്പ്, കൈകാലുകളുടെ ചെങ്ങലകൾ അഴിയുന്നതിന് മുമ്പ് അവർ പാടി സ്തുതിച്ചു, ദൈവത്തെ ആരാധിച്ചു. അപ്പോൾ താങ്ക്സ് ഗിവിങ് ഇസ് ദ സൗണ്ട് ഓഫ് വിക്ടറി ബിഫോർ ദ ബാറ്റിൽ ഈസ് ഓവർ. ആത്മയുദ്ധം തീരുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ജയിച്ചു എന്നുള്ളതിന് തെളിവാണ് നമ്മൾ കർത്താവിന് നന്ദി പറയുന്നത്. അപ്പോൾ ഇന്ന് നമുക്ക് പ്രാർത്ഥിക്കാം, കർത്താവെ പ്രാർത്ഥനയിൽ തുടരാനുള്ള കൃപ ഞങ്ങൾക്ക് തരണം. ആത്മീയമായി ഉണർന്നിരിക്കാനുള്ള കൃപ ഞങ്ങൾക്ക് തരണം. സ്തോത്രത്തിൽ അതിനുവേണ്ടി ജാഗരിപ്പാൻ ഉള്ള കൃപ തരണം കർത്താവെ. ഒരു വ്യത്യസ്ത വ്യക്തിയായി ഈ ഉപവാസ പ്രാർത്ഥനയോടുകൂടെ കർത്താവ് എന്നെ മാറ്റുന്നതിനായിട്ട് കർത്താവിന് നന്ദി പറയും. നമ്മുടെ കാര്യങ്ങളെ ഒന്ന് ഉയർത്തിപ്പിടിച്ച് കർത്താവിനോട് നന്ദി പറഞ്ഞ്, കർത്താവെ ഒരു വ്യത്യസ്ത വ്യക്തിയാക്കി എന്നെ മാറ്റണം. പ്രാർത്ഥനയിൽ ഉറ്റിരിക്കുന്ന വ്യക്തിയായി കണ്ടിന്യൂ ചെയ്യുന്ന വ്യക്തി. ചിലർ ചില കാര്യങ്ങൾ പ്രാർത്ഥിക്കും, പിന്നെ അവർ പ്രാർത്ഥന നിർത്തിയിട്ട് പോകും.
പിന്നെ പെന്നപ്പഴിയിലും ആയിരിക്കും ഓർമ്മ വരുന്നതിനോ പ്രാർത്ഥനയിൽ ഉറ്റിരിപ്പീൻ. ആ വിഷയത്തെ അതിൻ്റെ മറുപടി കാണുവോളം, മഴ കാണുവോളം ഏലിയാവ് പ്രാർത്ഥിച്ചതുപോലെ എന്തിനു വേണ്ടി നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു? അതിനകത്ത് വിടുതൽ കാണുവോളം പ്രാർത്ഥിക്കണം. അതിനായിട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യണം. അതിൽ അവൈക്യനായിരിക്കണം, ശ്രദ്ധാലുക്കളായിരിക്കണം കേട്ടോ. ഈ ഉപവാസവും പ്രാർത്ഥനയും കഴിയുമ്പോൾ നിങ്ങളൊരു അസാധാരണ പ്രാർത്ഥന മനുഷ്യനായി മാറട്ടെ, ഒരു പ്രാർത്ഥിക്കുന്ന സഹോദരിയായി മാറട്ടെ, പ്രാർത്ഥിക്കുന്ന സഹോദരനായി മാറട്ടെ. ലോകത്തെ കീഴ്മേൽ മറിക്കുന്ന പ്രാർത്ഥനക്കാരെ കർത്താവ് ഈ ദിവസങ്ങളിൽ എഴുന്നേൽപ്പിക്കട്ടെ. അപ്പോൾ 3 കാര്യങ്ങൾ പ്രാർത്ഥനയിൽ കണ്ടിന്യൂ ചെയ്യണം, പ്രാർത്ഥനയിൽ ജാഗരിക്കണം. എന്താ സംഭവിക്കുന്നത്, സ്പിരിറ്റ് വേൾഡിൽ എന്ത് സംഭവിക്കുന്നു എന്ന് ജാഗരിക്കണം. 3 സ്തോത്രം പറയുന്നവരായിരിക്കണം. കർത്താവേ, അങ്ങ് ഈ പ്രാർത്ഥന കേട്ടതിനായിട്ട് സ്തോത്രം, ഇതിന്മേൽ അത്ഭുതം ചെയ്തിരിക്കുന്നതിനായിട്ട് സ്തോത്രം. നമുക്ക് ഒരുമിച്ച് കർത്താവിന് നന്ദി പറയാം. വൈകിട്ടത്തെ മീറ്റിങ്ങിന് വേണ്ടി നമുക്ക് ഒന്നുകൂടെ ഒന്ന് പ്രാർത്ഥിക്കാം. നിങ്ങളുടെ കൈകളെ ഉയർത്തിക്കുക. പിതാവേ, ഞങ്ങൾ ഒരുമിച്ച് ഇന്ന് വൈകിട്ടത്തെ മീറ്റിങ്ങിനെ ബ്ലസ് ചെയ്യുന്നു. വലിയ ആത്മപകർച്ച ഉണ്ടാകുന്നതിന് സ്തോത്രം, അങ്ങയുടെ കൃപ കൊണ്ട് നിറയ്ക്കുന്നതിന് സ്തോത്രം. കർത്താവേ, അസാധാരണ ആത്മീക അനുഭവങ്ങളെ തരുന്നതിന് സ്തോത്രം. എല്ലാ മഹത്വം അപ്പയ്ക്ക് യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കരങ്ങൾ ഉയർത്തി പറഞ്ഞ നമ്മൾ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ, കടൽക്കരയിലെ മണൽത്തരി പോലെ അത്യന്തം വർദ്ധിച്ചു പെരുകും. വി ആർ ബ്ലസ്ഡ്, വി ആർ റിയലി ബ്ലസ്ഡ്, വി ആർ പെർമനൻ്റ്ലി blessed and highly favored. God bless you. God bless you. God bless you.